കൂടെ കൂടെ പനിയും തൊണ്ടവേദനയും ഒക്കെ ആയിട്ട് ചെറിയ കുട്ടികൾ OPയിൽ കൊണ്ടുവരാറുണ്ട്. ടോൺസിലൈറ്റിസ് എന്ന ഇൻഫെക്ഷനാണ് സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ കാണാറ്. ടോൺസിലൈറ്റിസ് കുട്ടികൾക്കുണ്ടാവുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത്? കൂടെ കൂടെ ഇങ്ങനെ ടോൺസിലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുമോ? ഇതിനായിട്ട് സർജറി ചെയ്യേണ്ടി വന്നാൽ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി വീണ്ടും താന്നു പോകാനുള്ള സാധ്യതയുണ്ടോ? ഇങ്ങനെ നിരവധി സംശയങ്ങൾ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബിത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നമ്മുടെ വായ തുറന്നു നോക്കുമ്പോൾ രണ്ട് സൈഡിലുമായിട്ട് ചെറിയ പിങ്ക് നിറത്തിലുള്ള കുഞ്ഞി സ്ട്രക്ചേഴ്സ് കാണാം. ഇതിനെയാണ് ടോൺസിൽ എന്ന് പറയുന്നത്. ഈ ടോൺസിലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയ ചെറിയ കുഴികളുണ്ട്. ഒരു 12 മുതൽ 15 എണ്ണം വരെ സാധാരണഗതിയിൽ ഒരു ടോൺസിലിൽ കാണാറുണ്ട്. ക്രിപ്റ്റുകൾ എന്നാണ് ഈ കുഴികളെ വിളിക്കാറ്. നമ്മൾ വായ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന ടോൺസിലിനെക്കാട്ടിലും അതിൻ്റെ വലിപ്പം ശരിക്കും കൂടുതലാണ്. കാരണം ഇത് താഴോട്ട് നാവിൻ്റെ അറ്റത്തോട്ടും മുകളിലെ അണ്ണാക്കിലോട്ടും മുന്നോട്ടുമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഈ കുഴികളിലുള്ളിലൂടെയാണ് പുറത്തു നിന്ന് വരുന്ന പൊടിപടലങ്ങൾ, വൈറസുകളും ബാക്ടീരിയയും ഒക്കെ ട്രാപ്പ് ചെയ്യപ്പെടുന്നത്. ടോൺസിലിൻ്റെ സർഫസിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ ലോക്കലായിട്ടുള്ള വളരെ പ്രാദേശികമായിട്ടുള്ള പ്രതിരോധം നടക്കുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ടോൺസില് വായിലുള്ളിലെ കാവൽ ഭടന്മാരാണ്. സോൾജേഴ്സിനെ പോലെ ഇത് അസുഖങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ കാത്തുരക്ഷിക്കും. ഒരു പ്രാദേശികമായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയും ശരീരത്തിൻ്റെ ഒന്നാകെയുള്ള രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്ന അവയവമാണ് ഈ ടോൺസിൽ. ഈ ടോൺസിൽ പോലെ തന്നെ നാവിൻ്റെ പിന്നിലായിട്ടും ഇത്തരം ലിംഫോയിഡ് ടിഷ്യൂസ് ഉണ്ട്. മൂക്കിൻ്റെ പിന്നിൽ അഡിനോയിഡ് ഉണ്ട്. വായ തുറന്നു നോക്കുമ്പോൾ വളരെ പുറകിലായിട്ടും ഇത്തരം ലിംഫോയിഡ് ടിഷ്യൂസ് ചിലർക്ക് കാണാറുണ്ട്. സാധാരണ ഒരു 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ ടോൺസിലൈറ്റിസ് ഉണ്ടാവാറ്. ഈ സമയത്ത് തന്നെയാണ് ഈ ടോൺസിലിന് മാക്സിമം വലിപ്പം വെക്കുന്നതും പിന്നെ അത് തനിയെ ചുരുങ്ങി വരികയും ചെയ്യും. ഈ ടോൺസിലിലെ അണുബാധ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സാധാരണ വൈറൽ ടോൺസിലൈറ്റിസ് ആണ് ഒരു 70% ആൾക്കാരിലും കാണുക. ഒരു 30% ആൾക്കാരിൽ മാത്രമേ ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് ഉണ്ടാവാറുള്ളൂ. എങ്ങനെയാണ് ഇത് വൈറൽ ടോൺസിലൈറ്റിസ് ആണോ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ടോൺസിലൈറ്റിസ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുക? സാധാരണ വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ കൂടെ ചുമയും ജലദോഷവും ഒക്കെ ഉണ്ടാവും. എന്നാൽ ബാക്ടീരിയകൾ ഒരു രോഗമുണ്ടാക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ സാധാരണ കാണാറില്ല. ഇതോടൊപ്പം പനിയൊക്കെ മാറാതെ നിൽക്കുകയും ചെയ്യും. സ്ട്രെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയയാണ് കൂടുതൽ അവസരങ്ങളിലും ടോൺസിലൈറ്റിസിന് കാരണക്കാരൻ. അതുകൊണ്ട് തന്നെ സ്ട്രെപ്പ് ത്രോട്ട് എന്ന് വളരെ കോമൺ ആയിട്ടും ഈ ടോൺസിലൈറ്റിസിനെ പറയാറുണ്ട്. എന്തൊക്കെയാണ് ടോൺസിലൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങൾ? നമ്മളെല്ലാവർക്കും ഒരിക്കലെങ്കിലും ഈ ടോൺസിലൈറ്റിസ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതാണ് ഏറ്റവും ആദ്യം തോന്നുന്നത്. ഒന്നും ഇറക്കം വയ്യാത്ത അവസ്ഥ, തുപ്പൽ പോലും ഇറക്കാൻ ബുദ്ധിമുട്ട് ചിലർ പറയാറുണ്ട്. പിന്നെയുള്ളത് പനി, ദേഹം വേദന. ചെറിയ കുട്ടികളാണെങ്കിൽ ഈ വേദന ചെവിയിലേക്കും പറയും. ടോൺസിലിലെ ഇൻഫെക്ഷൻ കൂടിക്കൂടി വന്നാൽ കഴുത്തിൽ ചിലപ്പോൾ കഴലുകൾ കണ്ടേക്കാം. പിന്നെ ചില അവസരങ്ങളിൽ ഈ ഇൻഫെക്ഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയാൽ ടോൺസിലിൻ്റെ പിന്നിൽ പഴുപ്പ് തന്നെ കെട്ടി നിൽക്കാം. ഇതിനെ പെരി ടോൺസിലർ ആപ്സിസ് അല്ലെങ്കിൽ ക്വിൻസി എന്ന് പറയുന്നു. ഇതിനെപ്പറ്റിയും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ടോൺസിലൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? പ്രധാനമായും റെസ്റ്റ് എടുക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ നിന്നുള്ള ലീവ് എടുത്ത് വീട്ടിലിരിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. തൊണ്ടയുടെ ഉള്ളിൽ കൂടി എന്തെങ്കിലും ഒന്ന് അരമണിക്കൂർ കൂടുമ്പോൾ ചൂടുള്ളതൊക്കെ ഇറക്കി കൊടുത്താൽ വേഗം ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. റെസ്റ്റൊക്കെ എടുത്ത് 2 ദിവസം നല്ല ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ വൈറൽ ടോൺസിലൈറ്റിസുകൾ മിക്കവാറും മാറിക്കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പനി മാറുന്നില്ല, ഭക്ഷണം ഒന്നും ഇറക്കാൻ കുഞ്ഞിന് കഴിയുന്നില്ല, അപ്പോൾ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക. ടോൺസിലൈറ്റിസ് തന്നെ പല തരത്തിലുണ്ട്. ടോൺസിലിൻ്റെ ഉള്ളിൽ ചെറിയ വെള്ള കുത്തുകൾ വരുന്ന ഫോളിക്കുലർ ടോൺസിലൈറ്റിസ് ഉണ്ട്. വളരെയധികം ഒരു വെള്ള കളറ് ടോൺസിലിൻ്റെ പുറത്ത് പടരുന്ന മെംബ്രെയിനസ് ടോൺസിലൈറ്റിസും ഉണ്ട്. ഈ മെംബ്രെയിനസ് ടോൺസിലൈറ്റിസ് കാണുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഡിഫ്തീരിയ എന്നൊരു അസുഖവുമായിട്ട് ഈ മെംബ്രെയിനസ് ടോൺസിലൈറ്റിസിനെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം അവസരങ്ങളിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കാണിക്കുക. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെന്ന് ആൻറ്റിബയോട്ടിക്കുകളാണ് സാധാരണ ഇതിന് നിർദ്ദേശിക്കാറ്. അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം 5 മുതൽ 7 ദിവസം അതല്ലെങ്കിൽ 10 ദിവസം വരെ കൃത്യമായിട്ട് മെഡിസിൻ കഴിക്കണം. ഇതോടൊപ്പം റെസ്റ്റ് എടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെയുള്ളത്, എപ്പോഴാണ് ടോൺസിലൈറ്റിസിന് ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരുന്നതെന്ന് കുട്ടികളുടെ മാതാപിതാക്കളൊന്ന് അറിഞ്ഞിരിക്കണം.
കുഞ്ഞൊന്നും കഴിക്കുന്നില്ല, ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവുന്നു, കുഞ്ഞിന് ക്ഷീണമുണ്ട്, ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുന്നു. അതുമാത്രമല്ല, ശ്വാസം എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. നേരത്തെ ഞാൻ പറഞ്ഞ പെരിടോൺസിലർ ആബ്സസ് അല്ലെങ്കിൽ ക്വിൻസിയുടെ ലക്ഷണങ്ങൾ കാണുക, അതായത് തുപ്പൽ പോലും ഇറക്കാൻ സാധിക്കാതെ സൈഡിൽ കൂടെ തുപ്പൽ ഡ്രൂൾ ചെയ്യുക, ഇതൊക്കെ ഹോസ്പിറ്റൽ അഡ്മിഷനുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളും കൂടി ഈ ടോൺസിലൈറ്റിസിന് വന്നേക്കാമെന്ന് മനസ്സിലാക്കണം. ചിലപ്പോഴൊക്കെ ഇത് കഴുത്തിലേക്കുള്ള ഇൻഫെക്ഷനൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്യാറുണ്ട്. പിന്നുള്ളത്, കൂടെ കൂടെ തൊണ്ടവേദന വരുന്ന മാതാപിതാക്കൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ ഇത് സർജറി ചെയ്ത് എടുത്തു കളയേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ഭാവിയിൽ? ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്, 1-2 തവണ വർഷത്തിൽ ടോൺസിലൈറ്റിസ് വന്നതുകൊണ്ട് ഒരു ഡോക്ടറും ഈ ടോൺസിൽ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാറില്ല. ഇതിന് കൃത്യമായിട്ടുള്ള മാർഗരേഖകൾ തന്നെയുണ്ട്. വർഷത്തിൽ ഒരു 7 തവണയിൽ കൂടുതൽ തൊണ്ടവേദന വരുന്നു, അപ്പോഴൊക്കെ ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കേണ്ടി വരുന്നെങ്കിൽ അത് ടോൺസിൽ സർജറിക്കുള്ള ഒരു കാരണമാണ്. അതുപോലെ തുടർച്ചയായിട്ട് 2 വർഷം, വർഷത്തിൽ ഒരു 5 തവണയിലധികം ടോൺസിലൈറ്റിസ് വരുന്നുണ്ടെങ്കിൽ അതും സർജറി ചെയ്ത് ടോൺസിൽ നീക്കം ചെയ്യാനുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു ഫാക്ടറാണ്. ഇത് മാത്രമല്ല, തുടർച്ചയായിട്ടുള്ള 3 വർഷങ്ങളിൽ വർഷത്തിൽ ഒരു 3 തവണയിലധികം ടോൺസിലിൽ ഇൻഫെക്ഷൻ വന്നാൽ അതും ടോൺസിൽ സർജറിക്കുള്ള ഒരു ഇൻഡിക്കേഷനാണ്. ഇതേപോലെ ഒരു ഇൻഫെക്ഷൻ വന്നു, ഒരു 2 ആഴ്ചയിലധികം സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഇതും ടോൺസിൽ സർജറി നീക്കം ചെയ്യാനുള്ള കാരണമാണ്. പിന്നെയുള്ളത് പെരിടോൺസിലർ ആബ്സസ് എന്ന ഇൻഫെക്ഷൻ ഉണ്ടാവുക. ഈ ടോൺസിലിനോടൊപ്പം അഡിനോയിഡും വലുതായി നിൽക്കുക, കുട്ടിക്ക് ഭക്ഷണം ഇറക്കാനും ശ്വാസം എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, രാത്രിയിൽ ശ്വാസം കിട്ടാതെ ഉണർന്നിരിക്കുന്ന ആപ്നി എന്ന അവസ്ഥയുണ്ടാവുക, ഇതും ടോൺസിൽ സർജറി ചെയ്യാനുള്ള ഇൻഡിക്കേഷൻസ് ആണ്. അപ്പോൾ ഇത്തരം മാർഗരേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ടോൺസിൽ സർജറിക്ക് ഒരു പേഷ്യന്റിനോട് ആവശ്യപ്പെടാറുള്ളൂ. ടോൺസിൽ സർജറി ചെയ്ത് ഈ ടോൺസിലും അഡിനോയിഡും ഒക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുക? ഇത് പല പേരൻസിനും ആവലാതിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടുമില്ല. ഈ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന മറ്റ് അവയവങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട്. ടോൺസിലും അഡിനോയിഡും ഇല്ലെങ്കിൽ പോലും മറ്റ് അവയവങ്ങൾ ഈ ജോലി ഏറ്റെടുക്കും. അതുകൊണ്ട് ഇത്തരം ഭയപ്പാടുകൾ ഇതിനെപ്പറ്റി വേണ്ട ആവശ്യമില്ല. ടോൺസിൽ സർജറി പ്ലാൻ ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളത്, ഒരാഴ്ചത്തെ വെക്കേഷനൊക്കെ ആയിട്ട് വിദേശത്ത് നിന്ന് വരുന്നവരും അതല്ലെങ്കിൽ പൂജാ ഹോളിഡേയ്സ് പോലെ 2-3 ദിവസമൊക്കെ ലീവ് കിട്ടുമ്പോൾ മാതാപിതാക്കൾ കുട്ടികളുമായിട്ട് വരാറുണ്ട്. ഡോക്ടറെ ടോൺസിലൈറ്റിസ് കൂടെ വരുന്നുണ്ട്, ടോൺസിൽ സർജറിക്ക് മുമ്പേ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കിപ്പോൾ ചെയ്താലോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടോൺസിൽ സർജറിയുടെ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനുകളിലൊന്ന് സർജറിയുടെ സമയത്തുണ്ടാകുന്ന രക്തസ്രാവവും ഇതിനുള്ള സാധ്യത ഒരു 14 ദിവസം നിലനിൽക്കുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ ഒരു 2 ആഴ്ചയെങ്കിലും ലീവൊക്കെ എടുത്തൊന്ന് കരുതിയിരുന്നിട്ട് വേണം ടോൺസിൽ സർജറിക്ക് പ്ലാൻ ചെയ്യാൻ. ഇതൊക്കെയാണ് ടോൺസിലും ടോൺസിലൈറ്റിസിനെ പറ്റിയും ടോൺസിൽ സർജറിയെ പറ്റിയും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ കൂടാതെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ.